ഹലോ മൈ ഗൈസ്, വെൽക്കം ടു ധന്യ സ്റ്റോറീസ്. ഇന്ന് ഞാൻ എങ്ങോട്ടേക്കാന്നല്ലേ? നമ്മുടെ സ്വന്തം ദിനേശേട്ടന്റെ വീട്ടിലേക്കാ. എന്താ അവിടെ എന്നല്ലേ, ദിനേശേട്ടന് ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ പേഷ്യന്റിനെ ചെന്ന് നോക്കണല്ലോ. അതുകൊണ്ട് ഞാനും ഐഷുവും സുബിന്ദേട്ടനും ബാലകൃഷ്ണേട്ടനും ഹരിയേട്ടനും എല്ലാം കൂടി നേരെ ദിനേശേട്ടന്റെ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങൾ ആ നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. നമ്മളെ സുബിന്ദേട്ടനെ 500 രൂപ ലോട്ടറി അടിച്ചെന്നേ. പിന്നെ ഞങ്ങളെ വെറുതെ വിടുവോ? ഞങ്ങളെ നേരെ ചായപ്പീടിയിലേക്ക് വിട്ട്. ആടാണ് നിറച്ചും കടി ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഇഷ്ടപ്പെട്ട കടികളെല്ലാം വാങ്ങിച്ച്, പഴംപൊരിയും കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഈന്തപ്പഴം നിറച്ച് എന്നെ വാങ്ങിച്ച്. എനിക്കിഷ്ടമായ കല്ലുമ്മക്കായായിരുന്നേ. ഈന്തപ്പഴം നിറച്ച കഴിച്ചപ്പോയായിരുന്നേ ടേസ്റ്റ്. അത് ഞാൻ വിചാരിച്ചു ഈന്തപ്പഴം ഇടാൻ മറന്നായിരിക്കുന്നു. ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞു കഷ്ടം കിട്ടി. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദിനേശേട്ടന്റെ വീട്ടിലേക്ക് വിട്ട്. ദിനേശേട്ടന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അഡ്വഞ്ചർ ആയിരുന്നേ. എന്റെ വണ്ടി പോകുന്ന വഴിക്ക് ചെരിഞ്ഞു. ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി കുറെ നേരം വർത്താനൊക്കെ ഞങ്ങൾ വരുമെന്ന് അറിഞ്ഞിട്ട് ദിനേശേട്ടൻ കുറെ കടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കാപ്പിയും കടികളും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്രയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ വിട്ടു. ഈ കാണുന്നതാണ് നമ്മളെ സ്വന്തം ദിനേശേട്ടൻ. കയ്യോലയിലും ഞങ്ങൾ പോകുമ്പോ കഷ്ടപ്പെട്ട് നടന്നു വന്ന് നമുക്ക് ബൈ വരെ